ഹരിപ്രസാദിന്റെ കല്യാണത്തിന് വേണ്ടി ക്ഷണക്കത്തുകൾ റെഡിയാക്കുന്ന വീട്ടുകാർ. മനീഷ് ലൈലയെ ഫോണിൽ വിളിക്കുന്നു. ഫോൺ എടുത്ത് സുമിത്രയാണെന്നറിയാതെ സംസാരിക്കുന്ന മനീഷ്. കേസ് ഒതുക്കി തീർക്കാൻ ഒരു വഴിയുമില്ലെന്നും അതിന് പണം മുടക്കാനില്ലെന്നുള്ള സുമിത്രയുടെ വാക്കിൽ മനീഷിന് ദേഷ്യം. മീനത്തേലിൽ നിന്നും പല രഹസ്യങ്ങളും പിടിച്ചെടുക്കാനുള്ള തന്ത്രവുമായി കാർത്തിക. മീനത്തേലിൽ നിന്നും ഒരു രഹസ്യങ്ങളും പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെന്ന് കാർത്തിക യതീന്ദ്രനോട്. മനീഷ് പോലീസിനെ പേടിച്ച് രാത്രിയിൽ പനിക്കൽ വീട്ടിലെത്തുന്നു. ചന്ദ്രൻപിള്ളയെ കണ്ട് കേസ് പിൻവലിക്കാൻ അമ്മയോട് പറയുന്ന മനീഷ്. അതൊന്നും നടക്കുന്ന കാര്യമല്ലെന്ന് സുമിത്ര. കൊട്ടേഷൻ പണം ബാക്കി കിട്ടുന്നതിന് വേണ്ടി യതീന്ദ്രനെ വിളിക്കുന്ന ബാബുജി. ഫോൺ എടുക്കുന്ന ഉദയന് സംശയം. ഇനി തുടർന്ന് കാണുക. ദേ പയ്യെ, മര്യാദയ്ക്ക് വെള്ളം കുടിക്കുന്നേ നല്ലത്. ഒരെണ്ണം അങ്ങ് വെച്ച് തരുവേ. പശുവാണെന്നും നോക്കിയല്ല. വേണ്ടെങ്കി കുടിക്കണ്ട. അത്രയ്ക്കായോ? വെള്ളം അല്ലാതെ നിനക്ക് ജ്യൂസ് അടിച്ചു തരാൻ പറ്റുമോ? കാർത്തികേ, ഓ കാർത്തികേ, എന്താ നീ ഇവിടെ എന്തെടുക്കുക? പശുവിനോട് കിന്നാരം പറഞ്ഞ് നിൽക്കുന്ന കണ്ടില്ലേ? ഇതിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. എന്റെ കാര്യത്തിൽ ഇപ്പൊ ഒരു തീരുമാനം ആയനെ. അതെന്താ? ലാൻഡ് ഫോണിൽ ബെല്ലടിച്ചിട്ട് എടുക്കാൻ ആരെങ്കിലും വേണ്ടേ? ഞാൻ ബാത്റൂമിലായിരുന്നു. കൃത്യസമയത്ത് ഉദയേട്ടൻ വന്ന് ഫോൺ എടുത്തു. ഫോൺ എന്ന് പറയുന്നത് അത്ര ഭാരമുള്ള സാധനമാണോ? ഒന്ന് എടുത്തു എന്ന് വെച്ചാൽ എന്താ? ഓ, എടി വിളിച്ചത് ബാബുജിയാണെന്ന് തോന്നുന്നു. അയ്യോ, എന്നിട്ടെന്താ? ഫോൺ എടുത്തത് ഞാനാണെന്ന് വിചാരിച്ച് ഉദയേട്ടനോട് അയാൾ ബാക്കി പൈസ ചോദിച്ചു. അയ്യോ ദൈവമേ. ഭാഗ്യത്തിന് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. എന്നാലും ഉദയേട്ടൻ എന്തെങ്കിലും ഡൗട്ട് അടിച്ചിട്ടുണ്ടാവും. കുഴപ്പമാവോ? ഞാൻ ഒരു വിധത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നിട്ടുണ്ട്. പക്ഷെ പ്രശ്നം അതല്ല. ഈ കണക്കിന് പോയാ ബാബുജി നേരിട്ട് വരില്ലേ? നേരിട്ട് വരുവോ? അയാൾക്കെന്താ പേടിയാ? എന്തിനും മടിക്കാത്ത പാർട്ടിയാ. പണത്തിന് വേണ്ടി അവന്മാർ കൊട്ടേഷൻ പോലും നടത്തുന്നത്. അതിനുവേണ്ടി എന്ത് ചെയ്യാനും മടിയില്ല. ബാക്കി പൈസ കൊടുക്കേണ്ടി വരും എന്നാണോ പറയുന്നത്? ഓ, അതിന് 8 ലക്ഷം രൂപ എടുത്ത് ഞാൻ എൻ്റെ കയ്യിൽ വെച്ചേക്കണോ കൊടുക്കാൻ? അല്ല, 3-4 ചെക്കായിട്ട് കൊടുത്താലോ? നേരം പോക്ക് പറയാ നീ. വലിയ ഭീഷണിയും കൊണ്ട് വന്നാ അവന്റെ പേര് പോലീസിൽ അറിയിക്കുമെന്ന് പറയണം. അയാൾ അത് കേട്ട് പേടിച്ചു ഓടുകയല്ലേ. ഇവന്റെയൊക്കെ പേരിൽ എത്ര പോലീസ് കേസ് ഉണ്ടാവും അറിയാമോ? അഥവാ ബാബുജി പിടിയിലായാല് അടുത്ത ഉഴ എന്റെയാ. അവൻ രക്ഷപ്പെടുകയും ചെയ്യും, ഞാൻ അകത്തുമാവും. നാട് വിടുന്നതായിരിക്കും നല്ലത്. ബാബുജി എന്ന് പറയുന്നയാളെ നാട് കടത്താനോ? ഓ, ഞാൻ നാട് വിടുന്ന കാര്യമാ പറഞ്ഞത്. ഗൾഫിൽ എങ്ങാനും ചാടണം. അതാലോചിക്കാം. നമുക്ക് ഒരുമിച്ച് പോവുകയും ചെയ്യാം. നീ ഇവിടെ വേണം, അല്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോവും. ആരോ വരുന്നുണ്ട്. ഇനി ആ ഗുണ്ടയോ മറ്റോ ആണോ? വാ നോക്കാം. ഓ, നന്ദനെ അവളായിരുന്നു. ഉദയന്നൂർ എന്തൊക്കെയുണ്ട് നന്ദനെ വിശേഷങ്ങള്? പ്രത്യേകിച്ചൊന്നുമില്ല. കുറച്ച് അമ്പഴങ്ങ അച്ചാറിട്ടത് പ്രതിഭയ്ക്ക് തന്നയക്കണമെന്നുണ്ടായിരുന്നു, മറന്നുപോയി. അത് സാരമില്ല. യതിയേട്ടന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഞാൻ തൊഴുത്തിൽ പണിയായിരുന്നു, അതിന്റെ. തൊഴുത്തിൽ പണിയായിരുന്നോ? ആര്? ഇനി അതിൽ കയറി പിടിച്ചോ. ബാബുജി ഫോൺ ചെയ്ത കാര്യം ഉദയേട്ടൻ നന്ദനോട് പറയും. അവളുടെ പ്രതികരണം എന്തായിരിക്കും എന്നോർത്ത് ടെൻഷനിൽ നിൽക്കായിരുന്നു ഞാൻ. അങ്ങനൊരു വിഷയമുണ്ടല്ലോ. അതൊരു ചെറിയ വിഷയമല്ല. തിരിച്ചും മറിച്ചും ചിന്തിച്ച് ഇല്ലാത്ത അർത്ഥങ്ങളൊക്കെ കണ്ടുപിടിക്കുന്ന നന്ദന. പുലിവാലാവോന്ന് എനിക്ക് പേടിയുണ്ട്. അധികം അങ്ങ് ചിന്തിച്ച് ആളാവാനെ പരിപാടിയെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യും. എന്താ? വല്ല തടിക്കഷ്ണം എടുത്ത് അവളുടെ തലയ്ക്കൊരെണ്ണം അങ്ങ് കൊടുക്കും. അതോടെ നന്ദന ഇരിപ്പാകും. ഗതി മുട്ടിയാൽ സത്യമായിട്ടും അങ്ങനെ ചെയ്യും ഞാൻ. ഫോൺ ചെയ്തത് ആരാന്നോ എന്തിനാന്നൊക്കെ യതിയേട്ടന് അറിയാന്ന് ഉറപ്പാ. സമ്മതിക്കാത്തതാ. അതെനിക്കും തോന്നി. ഒട്ടും മൈൽഡ് അല്ലാതെയാ വിളിച്ചാൽ സംസാരിച്ചത്. ഒരാളോട് പണം ചോദിക്കുന്നതിന് പല രീതികളുണ്ടല്ലോ.
ഇതൊരു മാതിരി ഭീഷണിയുടെ സ്വരായിട്ടാ എനിക്ക് ഫീൽ ചെയ്തത്. യതിയേട്ടനെ ഫോൺ എടുത്തെന്നുള്ള രീതിയിൽ സംസാരിച്ചാൽ മതിയായിരുന്നു. അപ്പൊ സത്യം എന്താണെന്ന് അറിയായിരുന്നു. എനിക്ക് സ്റ്റേജിൽ മാത്രമേ ആക്ടിങ് വശമുള്ളൂ. അത് ഇതുവരെ മനസ്സിലായില്ലേ? കോളർ ഐ ഡിയുള്ള ഫോൺ അത്യാവശ്യമാണ്. ഉടനെ അതിനുള്ള ഏർപ്പാട് ചെയ്യണം. യതിയേട്ടന്റെ മുഖത്ത് ആകെ ഒരു പരുങ്ങൽ ഞാനും ശ്രദ്ധിച്ചു. ഞാനത് ചോദിക്കുകയും ചെയ്തു. എന്തോ മുട്ടാത്തർക്കം പറഞ്ഞു ഒഴിഞ്ഞു മാറി. എന്തൊക്കെയോ അടിയൊഴുക്കുകളുണ്ട്. വല്ല ട്രാപ്പിലും ചെന്നുപെടായിരുന്നാ മതിയായിരുന്നു. അതിനുള്ളൊരു ടെൻഡൻസി ആൾക്ക് പണ്ടേ ഉണ്ട്. വന്നുകൂടിയ ആളും മോശമല്ല. നമുക്ക് തന്നെ പല അനുഭവങ്ങളുണ്ടല്ലോ. പെട്ടെന്ന് എന്താ ഒരു ആലോചന വന്നല്ലോ. അതെ, നമ്മുടെ കാറ് ആക്സിഡന്റിൽ പെട്ട കാര്യം ആലോചിച്ചത്. എവിടുന്നോ വന്നൊരു ലോറി അല്ലെങ്കിൽ മറ്റേതോ വാഹനം ഇടിച്ചിട്ട് പോയി. ഏറ്റെടുത്ത ദൗത്യം നിർവഹിക്കാനായി വന്നിട്ട് അതേപോലെ അപ്രത്യക്ഷമായതുപോലെ ഉണ്ട്. പോലീസിന്റെ അന്വേഷണത്തിലും ഇതുവരെ ഒരു വ്യക്തതയും കിട്ടിയിട്ടില്ല. തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വണ്ടിയാന്നാ പറഞ്ഞത്. ഇതുവരെ ട്രേസ് ചെയ്തിട്ടില്ല. മരിച്ച മെക്കാനിക്കിനെയും ഭാര്യയും ലക്ഷ്യമിട്ട് വന്ന വണ്ടിയല്ല അത്. നമ്മളെ ഫോക്കസ് ചെയ്യായിരുന്നു താൻ ഉറപ്പിച്ചു പറയണോ? അല്ലെന്നും ഉറപ്പില്ലല്ലോ. ഒരുപക്ഷെ യാദൃശ്ചികമായി സംഭവിച്ച അപകടമാവാം, അല്ലെങ്കിൽ കരുതി കൂട്ടിയുള്ള പദ്ധതി. രണ്ട് സാധ്യതകൾ മുന്നിൽ കണ്ടാണ് പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ. സജികുമാർ സംസാരിച്ചിരുന്നു. അതുമായി ഇന്നത്തെ അനോണിമസ് കോളിന് എന്താ ബന്ധം? ബന്ധമുണ്ടെന്ന് പറഞ്ഞതല്ല ഞാൻ. സാധ്യതകളെ പറ്റി ആലോചനയേ ഉള്ളൂ. പിന്നെ ആ ഫോൺ കോൾ അനോണിമസ് ആവുന്നത് നമുക്കല്ലേ? ആരെ ഉദ്ദേശിച്ചാണോ കോള് വന്നത് ആ ആൾക്കറിയാം വിളിച്ചത് ആരാണെന്ന്. ശരിയല്ലേ? ആലോചിച്ച കൂട്ടത്തിൽ പലതും കൂട്ടിച്ചേർത്ത് വെച്ച് ആലോചിച്ചു. അങ്ങനെ വിചാരിച്ചാ മതി. അതെ, കിണറ്റില് വെള്ളം കുറവാ. പക്ഷെ തുണി നനച്ചിടാതെ വയ്യല്ലോ. ഉദിയന്നൂരിന്ന് പോരുമ്പോ കുറച്ച് തുണി അലക്കിക്കൊണ്ട് വരായിരുന്നില്ലേ? ഓ, അതൊരു സൗകര്യമാണെന്ന് ഓർത്തില്ല. എന്നുവെച്ചാ കാർത്തികേച്ചി ഇവിടുന്ന് ഡ്രസ്സെല്ലാം ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുപോയി നനച്ചോണ്ട് വരുമല്ലേ? ഞാനേ വെള്ളം കണ്ടമാനം വേസ്റ്റാക്കി അല്ല തുണി കഴുകുന്നത്. വെള്ളമില്ലാതെ തുണി നനയ്ക്കാൻ എനിക്ക് വശമില്ല. എന്തായാലും കാർത്തികേച്ചി പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് ശ്രമിച്ചു നോക്കാം. നന്ദനെ, ഈ കാർത്തികേയനി എന്ന് പറയുന്ന ആരാ? ചോദിച്ച കേട്ടില്ലേ? കാർത്തികേയനി ആരാണെന്ന്. ദേവിയുടെ പര്യായ പദമാണെന്നാ എന്റെ അറിവ്. അതെനിക്കും അറിയാം. ആ കാർത്തികേയനിയുടെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. ആ പേരിലുള്ള ഒരു കുട്ടിയെ നന്ദനയ്ക്ക് അറിയൂ എന്നാ ചോദിച്ചത്. കാർത്തിയായനി എന്താ ചേച്ചി? ഉദയേട്ടന്റെ ആരാ ഈ കാർത്തികേയനി? അത് എന്നോടാണോ ചോദിക്കേണ്ടത്? ഉദയേട്ടനോട് ചോദിച്ചോളൂ. നന്ദനയ്ക്കറിയില്ല? ഞാൻ ഓർക്കുന്നില്ല. തീരെ ഓർക്കാതെ മറ്റും വരില്ല. കാർത്തികേച്ചിക്ക് എവിടുന്ന് കിട്ടി ഇപ്പൊ ഈ കാർത്തിയായനിയെ? എനിക്കാരെയും കിട്ടിയില്ല. ആർക്കെങ്കിലും കിട്ടിയതാണോന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. എന്നാലും കാർത്തിയായനി എന്നൊരു പേര് ചേച്ചി അറിഞ്ഞതെങ്ങനെയാ? അത് ഞാനും തീരെ അങ്ങോട്ട് ഓർക്കുന്നില്ല. ഞാനൊരു വിവരം ചോദിച്ചപ്പോ നന്ദന പറഞ്ഞില്ല. എനിക്കേ പറയാൻ സൗകര്യമില്ല.
കൊള്ളാം, നല്ല ബുദ്ധി. എന്താ അമ്മ ഇത്? ഈ മെഡിക്കൽ റിപ്പോർട്ട് ഇവിടെ ഇരിക്കുന്നിടത്തോളം സമാധാനം കിട്ടില്ല എനിക്ക്. സമാധാനം തരാത്തതെല്ലാം അമ്മ കത്തിച്ചു കളയോ? എങ്കിലും തീ കൊളുത്തേണ്ടത് ആദ്യം എന്നെ തന്നെയല്ലേ? അങ്ങനെ ചെയ്. അധിക പ്രസംഗം പറയാതെ കേറി പോവാൻ നോക്ക്. അമ്മേ, പ്രിയോടാ പറഞ്ഞത്, കേറിപ്പോ. ശബ്ദം കേൾപ്പിച്ച് അച്ഛനെ ഉണർത്തരുത്, പറഞ്ഞേക്കാം. ശബ്ദം ഉണ്ടാക്കുന്നത് അമ്മയല്ലേ? ആ പേപ്പേഴ്സ് ഇങ്ങതാ. ഇല്ല. ഇനി ഒരിക്കൽ ഈ റെക്കോർഡ്സ് ആവശ്യമായിട്ട് വന്നാ? എന്താവശ്യം? ഒന്നുമില്ല. അതിങ്ങ് താമേ. എന്തിനാ? ഞാൻ തരില്ല. തരാൻ പറഞ്ഞപ്പോ അമ്മ ഇങ്ങോട്ട് ആണല്ലേ പറഞ്ഞത്? തരാനല്ലേ പറഞ്ഞത്? അങ്ങനെ ഇപ്പൊ അമ്മ ജയിക്കണ്ട. ലൈറ്റർ താ അമ്മ, ലൈറ്റർ ഇങ്ങ് തരാൻ. ഇനിയും ഞാൻ ഒളിപ്പിച്ചു വെച്ചാലും അമ്മ കണ്ടുപിടിക്കും, കത്തിച്ച് കളയുകയും ചെയ്യും. എന്നാ പിന്നെ ഞാൻ തന്നെ ചെയ്യുന്നതല്ലേ നല്ലത്. സമാധാനമായല്ലോ? അതെ, ഒരുപാട് സമാധാനായി. അമ്മേ, വേണമെങ്കിൽ ആരും അറിയാതെ എനിക്ക് മറച്ചു വെക്കാം. പണ്ടേ പല കാര്യങ്ങളും അങ്ങനെ ചെയ്യാമായിരുന്നു. ഞാനങ്ങനെ ചെയ്യില്ലെന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ. അതുകൊണ്ട് ഇക്കാര്യവും ഞാൻ മറച്ചു വെക്കുന്നില്ല. എന്താണെന്ന് പറ. നാളെ എന്റെ ഭാവിയുടെ ഭീഷണിയായി തീരുമെന്ന് അമ്മ ഭയപ്പെടുന്ന ഈ മെഡിക്കൽ റിപ്പോർട്ട്, അല്ലെങ്കിൽ ഇനിയായാലും ഞാൻ ആയുധമാക്കാൻ സാധ്യതയുള്ള ഈ പേപ്പേഴ്സ്, എരിഞ്ഞു ചാമ്പലായത് പക്ഷേ ഫോട്ടോ കോപ്പിയാണ്. ഒറിജിനൽ ഞാൻ ഭദ്രമായിട്ട് തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് കരുതി പേടിക്കണ്ട. അതെന്നും ഭദ്രമായി എന്റെ കയ്യിലിരിക്കും. കല്യാണത്തിന് മുമ്പായാലും അതിന് ശേഷമായാലും ആരും കാണാനിടവരില്ല. സുപ്രിയ വാക്ക് മാറില്ല അമ്മേ. ചായ വരുമ്പോഴേ അരിയും പഞ്ചസാരയും വാങ്ങിച്ചോണ്ട് വരണേ ഏട്ടാ. കുറച്ച് ഉണക്കമീനും കൂടെ വാങ്ങിക്കൂ. രണ്ടിനും വിലക്കുറവാണല്ലോ. ഇന്നത്തെ ഓട്ടത്തിന്റെ പൈസയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. വീട്ടു സാധനങ്ങൾ തീർന്നാ പിന്നെ വാങ്ങാതിരിക്കാൻ പറ്റുമോ? ദേ ആരോ വിളിക്കുന്നു. ഓട്ടം വിളിക്കാൻ വന്നതായിരിക്കും. നിങ്ങൾ അങ്ങോട്ട് ഒന്ന് നോക്കിയേ. ചെല്ലി ഏട്ടാ. ആരാണ്? മോനായിരുന്നോ? ഞാൻ വിചാരിച്ചു വല്ല കള്ളനുമായിരിക്കും. പോലീസുകാരെ പറയുണ്ടോ മോനെ? ഇല്ല. ചന്ദ്രികേ, ദേ മോൻ വന്നിരിക്കുന്നു. മനീഷ് എവിടുന്നാ വരുന്നത്? പണിക്ക് പോയിരുന്നോ? പോയില്ല. ഇവിടെ ഒളിച്ചിരിക്കാൻ വന്നതാണോ? ഓ അല്ല, ഞാൻ പോയേക്കാം. എത്ര നാളാ മനീഷേ ഇങ്ങനെ പോലീസുകാരെ പേടിച്ച് ഒളിവിൽ കഴിയുന്നത്?
അതാ എനിക്കും ചോദിക്കാനുള്ളത്. എത്ര നാൾ ഞാനിങ്ങനെ ഒളിവിൽ കഴിയണം? അതിനുള്ള മറുപടി പറയേണ്ടത് സുമിത്രേച്ചിയല്ലേ? അമ്മ കൃത്യമായിട്ടുള്ള മറുപടി പറയാത്തോണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. എല്ലാവരുടെയും വിചാരം ഞാനെന്തോ വലിയ തട്ടിപ്പ് കാണിച്ചെന്നാ. ബാങ്കിൽ ലോണിന് അപേക്ഷിക്കുന്നത് തെറ്റാണോ? അതിനൊക്കെ കൊണ്ടുപോയി കേസ് കൊടുക്കാന്നൊക്കെ പറഞ്ഞാ, അങ്ങനെയാണെങ്കിലേ ഇന്ത്യക്കെതിരെ വേൾഡ് ബാങ്ക് എത്ര കേസ് കൊടുക്കണം? ഇന്ത്യ അകത്താവുമോ മോനെ? ആ, മിക്കവാറും. ചേട്ടനൊന്നും മിണ്ടായിരുന്നേ. വല്ലവരുടെയും പ്രമാണം എടുത്തുകൊണ്ട് പോയി മനീഷ് പണയം വെക്കാൻ ശ്രമിച്ചെന്നാണല്ലോ പറയുന്നത്. വെറുതെയാ, എന്നെ കുടിക്കിയതാ. ആ ചന്ദ്രൻപിള്ളയുടെ പരിപാടിയാ. അയാൾക്ക് എന്താ മനീഷിനോട് ഇത്ര വിരോധം? ആർക്കറിയാം. ഞാനാണെങ്കിൽ മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു കാര്യവും ചെയ്തിട്ടില്ല. അത് പോലീസുകാരോട് തുറന്നു പറഞ്ഞാ പോരെ മോനെ? പക്ഷേ കള്ളക്കേസ് കൊടുത്തിരിക്കല്ലേ. ചന്ദ്രിക ഇങ്ങോട്ട് വന്ന്. എന്താ? നമുക്ക് കുടുംബശ്രീ വഴി ഒന്ന് ശ്രമിച്ചാലോ? ഓഹ്, അതിനിത് തൊഴിലുറപ്പ് പദ്ധതിയാണോ? അല്ല. മോനെ മനീഷ്, മനീഷ് പറ, ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണോ? എന്ത് ചെയ്യാൻ പറ്റും? മനീഷ് പറ. എങ്ങനെയെങ്കിലും ഒരു കോംപ്രമൈസ് ഉണ്ടാക്കണം. ചിലപ്പോ കുറച്ച് പൈസ കൊടുക്കേണ്ടി വരും. ആർക്കാ മോനെ പൈസ കൊടുക്കേണ്ടത്? പോലീസിന്. എത്ര രൂപ വേണ്ടി വരും? അതെനിക്കറിഞ്ഞൂടാ, അന്വേഷിച്ചു നോക്കാം. അന്വേഷിച്ച് നമുക്ക് വേണ്ടത് ചെയ്യാം മോനെ. മനീഷ് ഇരിക്ക്, ചായയും പലഹാരവും കഴിച്ചിട്ട് പോവാം. ഒന്നും വേണ്ട, ഞാൻ പോവുക. ഉടനെ വേണ്ട എന്തെന്ന് വെച്ചാൽ ചെയ്യണം. അല്ലെങ്കിൽ എന്താ മനീഷേ? ഞാൻ ഈ നശിച്ച നാട് വിട്ട് വല്ല ബംഗാളിലേക്കും പോവും. പിന്നെ ഈ സ്ഥലത്തേക്ക് വരില്ല. അപ്പൊ ലൈലയോ? എന്റെ കാര്യത്തിൽ പോലും എനിക്കൊരു ഉറപ്പില്ല. പിന്നെ അല്ലേ ലൈല. അതാ പറഞ്ഞത്, എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന്. പെട്ടെന്നായ അത്രയും നല്ലത്. ഇങ്ങനെ നിന്നാ ശരിയാവില്ല. ഞാൻ പോവുക. തൊപ്പി വാതിലടച്ചു കുറ്റി. ശരി, പോലീസ് ഉണ്ടോ എന്തോ. ചന്ദ്രിക, നമ്മുടെ മോള് വിധവയാകൂടി. സുമിത്ര വിധവയാ, ലൈലയും വിധവയാവണമെന്ന് ചിലപ്പോ ഉള്ളി കാണും. പറഞ്ഞത് മനീഷാണെങ്കിലും എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മുടെ മോളുടെ ഭാവി. എന്നാ സോമേട്ടൻ ചെല്ല്, കൊച്ചിനെ പിന്നെ കാണാം. ഒരു ഓട്ടം കിട്ടിയത് കളയണ്ട. കാര്യങ്ങൾ നീറ്റായിട്ട് സംസാരിക്കണ ചന്ദ്രികയെ. ഞാൻ ഇല്ലെന്ന് വിചാരിക്കണ്ട. ഓ, മോളെ കാണുന്നില്ലോ ചന്ദ്രികയെ. ചേട്ടൻ ചെല്ലേ, കൊച്ചിനെ പിന്നെ കാണാം. ആ, മോളെ മോളെ. അമ്മേ, അച്ഛനെവിടെ അമ്മേ? എന്നെ പഠിക്കെ കൊണ്ടുപോയി വിട്ടിട്ട് പോയി. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ഓട്ടം കിട്ടി. അമ്മേ, ദേ അമ്മ. സുമിത്രേശി, മനീഷ് ഇങ്ങോട്ട് വന്നില്ലേ ചേച്ചി? വന്നെങ്കിൽ ഇവിടെ കാണായിരുന്നല്ലോ. എന്താ ലൈല ഇത്? ചേച്ചി ഇങ്ങനെ അനങ്ങാപ്പാറായിട്ട് നിൽക്കുന്നത്? നിനക്കെങ്കിലും മനീഷിന്റെ കാര്യത്തിൽ ഒരു ചൂട് വേണ്ടേ? നിന്റെ ഭർത്താവല്ലേ അവൻ. ചേച്ചിക്ക് കൊണ്ട് ഉത്തരവാദിത്വം. മനീഷിനെ കൊണ്ട് ഇവളുടെ കഴുത്തി താലി കെട്ടിച്ചത് ചേച്ചിയാ. എന്നാ ആ താലി അങ്ങ് അഴിപ്പിച്ചേക്കാം. ബന്ധങ്ങൾ അഴിച്ചു മാറ്റാനും അറുത്തു കളയാനും എളുപ്പമാ, കൂട്ടി യോജിപ്പിക്കാനാ പാട്. ഒരു വാക്ക് മതി പല ബന്ധങ്ങളും തകർന്നു പോകാൻ. ഒരുപാട് വാക്കുകൾ കൂട്ടി വെച്ചാലും ഒരു ബന്ധവും ബലപ്പെടണമെന്നില്ല സുമിത്രേച്ചി. ലൈല നോക്കി നിൽക്കാതെ പോയി പേനയും പേപ്പറും എടുക്കാത്ത എന്താ? നിന്റെ അമ്മ പറയുന്നതൊക്കെ എഴുതിയെടുക്കേണ്ടതല്ലേ? വീട്ടിൽ കയറി വരുന്നവരെ കളിയാക്കാൻ കാണിക്കുന്ന ഈ മിടുക്ക് നല്ല കാര്യത്തിന് ഉപയോഗിച്ചാൽ മതിയായിരുന്നു. അമ്മേ, മനീഷ് ഇന്നലെ ഒന്ന് വിളിച്ചിരുന്നോ? ഇല്ല. നീ അവനെ കണ്ടുമില്ല? ഇല്ലമ്മേ. എന്നാ ഞാൻ കണ്ടു. എവിടെ വെച്ച്?
വീട്ടിൽ വന്നിരുന്നു